കോട്ടയത്ത് നടന്ന അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു വിജയകുമാറും അതുപോലെ തന്നെ മീരയുടെയും കൊലപാതകം എന്ന് പറയുന്നത്. അതും സ്വന്തം വീട്ടിൽ ജോലി ചെയ്തിരുന്ന അമിത് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയാണ് ഇപ്പം കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ആദ്യമേ ഈ ഒരു കേസ് അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ മകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുകയുണ്ടായി. ആ ഒരു മരിച്ച സമയത്ത് ഇതേ കണക്ക് ഈ ഒരു വീട്ടുകാർ ഈ ഒരു മരണം ആത്മഹത്യയല്ല, ഇതൊരു മനഃപൂർവ്വം ആരോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടൊരു അന്വേഷണവും CBI അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആണോ എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഡൗട്ടുണ്ടായിരുന്നു. ആ ഒരു അന്വേഷണം ഇതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേയധികം പേർക്ക് ഇവരെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന അമിത് എന്ന് പറഞ്ഞ ഒരു ആസാമിക്കാരന് മേൽ ഡൗട്ട് ഉണ്ടാകുന്നത്. പുള്ളിക്കാരൻ്റെ മേൽ ഡൗട്ട് ഉണ്ടാകാനുള്ള കാരണം, ഇതിനു മുമ്പ് ഈ ഒരു പുള്ളിക്കാർ ഇവിടെ ജോലി ചെയ്ത സമയത്ത് ഇവരുടെ ഫോൺ അടിച്ചു മാറ്റുകയും ഒരു ഐഫോൺ അടിച്ചു മാറ്റുകയും അതുവഴി ഓൺലൈനായിട്ട് ആൾക്കാരെ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർ തന്നെ ഈ ഒരു വിജയകുമാർ തന്നെ ഈ ഒരു വ്യക്തിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു വീട്ടിൻ്റെ മുമ്പിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇവർക്ക് മുമ്പിൽ വഴക്കുണ്ടാക്കുകയും ഭയങ്കരമായിട്ട് വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് ഈ ഒരു പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മാസത്തോളം ജയിലിലായിരുന്നു. ആ ഒരു ജാമ്യത്തിലെടുക്കാനോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതിനുശേഷമാണ് ഈ ഒരു പുള്ളിക്കാരൻ തിരിച്ചിറങ്ങി വന്നിട്ട് ഈ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതും ഇതുപോലെ ഈ ഒരു 2 പേരെ എന്ത് ചെയ്തും കൊലപ്പെടുത്തുന്നത്. അതും ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യക്തി അത്രയും വർഷം അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അറിയാം. അവിടുത്തെ ക്യാമറയുടെ കാര്യം, അവിടെ പട്ടികളുണ്ട്, അതിനെ എങ്ങനെ ഒതുക്കണമെന്നുള്ള കാര്യം, ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റിയത്. അതും വളരെ ക്രൂരമായിട്ട് അവർ മുഖമൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു ദേഷ്യത്തിൻ്റെ പേരിലായിരുന്നു. അവൻ തന്നെ ചെയ്ത ഒരു തെറ്റാണ്. അത് കണ്ടുപിടിച്ച് അവനെ പുറത്താക്കി ജയിലിലാക്കിയ സമയത്ത് അതിൻ്റെ ശിക്ഷയായിട്ടാണ്, ആ ഒരു ദേഷ്യത്തിലാണ് അവൻ ഇവരോട് ഇത് ചെയ്തത്. ഇതെല്ലാം തെറ്റ് ചെയ്ത് അവൻ തന്നെയാണ്, ഇതിനെല്ലാം കാരണക്കാരൻ അവൻ തന്നെയാണ്. പക്ഷെ അവസാനം 2 ജീവൻ പോയത് ഇവരുടെയാണ്. ആ ഒരു കുടുംബത്തിൽ ഓൾറെഡി ഒരു മരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതും ഇതേ കണക്ക് തന്നെ ആ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഇതേ കണക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവനെ എങ്ങനെയാണ് പിടികൂടിയെന്ന് മനസ്സിലായപ്പോഴാണ്, ഇതിന് ശേഷം ഇവൻ നെറ്റ് ഉപയോഗിക്കുക, ഫോണൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവന് ഭയങ്കരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം യൂസ്, ഇതിനോട് എന്തുവാ ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കൂട്ടുകാരൻ്റെ വൈഫൈ ഒക്കെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്താണ് പുള്ളിക്കാർ യൂസ് ചെയ്തത്. ഇത് ഓണാക്കിയ സമയത്താണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവനെ പോയി പിടിക്കുന്നത്. പിടിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ചെയ്ത സമയത്താണ് എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം, ഇതൊക്കെയാണ് സംഭവം എന്നും പറയുന്നത്. ആദ്യമേ ഇവനെ ഡൗട്ടുണ്ടായിരുന്നു. പോലീസ് ഇവനെ നോട്ടം ഇടുന്നുണ്ടായിരുന്നു. നോട്ടം ഇട്ട് കുറേയധികം സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം അവൻ ഭയങ്കര ഒരു പ്ലാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ ആ ഒരു അഡിക്ഷൻ തന്നെ അവനെ എന്ത് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുകയാണ്, പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവനെ പോലീസ് പിടിച്ചിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു സത്യങ്ങളും കാര്യങ്ങളും പറഞ്ഞത്. അവനോട് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ചതിയാണ് എന്നുള്ള രീതിയിലാണ്, അവനെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ദേഷ്യം, അവനോട് കാണിച്ച ആ ഒരു കാര്യത്തിനുള്ള ദേഷ്യം കൊണ്ടാണ് അവരോട് ഇത്രയും ക്രൂരമായിട്ട് ചെയ്തത്. പക്ഷേ ഇവനെ പുറത്താക്കാനും ഇവനെ ജയിലിലടയ്ക്കാനും ഉണ്ട കാരണങ്ങളൊന്നും അവൻ ചിന്തിക്കുന്നില്ലയോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവൻ ചെയ്ത തെറ്റാണ്. അവൻ ഇവരെ ഫോൺ തന്നെ അടിച്ചു മാറ്റിയിട്ട് അതിൽ കൂടെ ഓൺലൈനായിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള കാര്യം ഇവരറിഞ്ഞ സമയത്ത് പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ കണക്കുള്ള ഇഷ്യൂ വന്ന സമയത്ത് ഇവരെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവരെ ചീത്ത വിളിക്കുക, ഇവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആരും ജാമ്യത്തിലെടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു അത്രയും നാൾ കടന്നത്. അവസാനം ഇറങ്ങിയതിന് ശേഷമാണ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവർക്കെതിരെ എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഒരു ആക്രമണം നടത്തുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ ഇവർ കുറച്ചും കൂടി ഒരു പ്രിക്വേഷൻ എടുക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് സെക്യൂരിറ്റിയോ ഒക്കെ വെക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കതെല്ലാം എപ്പോഴും പറയാൻ പറ്റുന്നതും അല്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ എത്ര പേരാണ് നഷ്ടപ്പെട്ടത്, അത് വളരെ ഒരു നഷ്ടം തന്നെയാണ്. ഇത്തിരിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. എന്നാലും ഈ ഒരു വ്യക്തി ആസാംകാരനെ പോലീസ് പിടികൂടിയത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവന് കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫുള്ളായിട്ട് നടക്കുന്ന ഓരോ ന്യൂസ് കേൾക്കുമ്പം ഇവിടുത്തെ നിയമങ്ങളിൽ പേടിയില്ലാത്ത രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടാണ് ഒരാളെ
എന്ത് ചെയ്യുക, കൊല്ലുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പം ചിലവർക്ക് ചെറിയൊരു ദേഷ്യത്തിൻ്റെ പേരിൽ എന്താണിപ്പം ചെയ്യുന്നത് ഇന്നത്തെ സമയത്തൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രമാത്രം രീതിയിൽ ഉപദ്രവിക്കുകയോ ചെറിയൊരു വഴക്കോ അടിയോ അത് എത്തിച്ചെല്ലുന്നത് വലിയൊരു സ്ഥലത്തേക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയങ്ങളിലെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ പേടിയാവുന്നു ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ അത് ചിലപ്പോൾ അവസാനം കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ ഇഷ്യൂ ആവുമോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്നിരുന്നാലും ശരി, ആ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തത് എന്തായാലും നന്നായി. അത് പോലീസ് കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ അവന് കിട്ടുന്ന രീതിയിൽ FIR എഴുതട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പ്രചരിച്ചുകൊണ്ടിരുന്ന കുറേയധികം ന്യൂസ് ഉണ്ടായിരുന്നു ഇതേ കണക്ക് മകൻ്റെ മരണത്തിൽ പിന്നിലുള്ളവർ തന്നെയാണ് ഈ ഒരു അച്ഛനെയും അമ്മയും ഇതേ കണക്ക് കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ഫേക്കായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു മകൻ ചെയ്ത ആത്മഹത്യ എന്നുള്ള കാര്യമാണ് ഇതുവരെ തെളിഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറൊന്നും തന്നെ തെളിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു കുടുംബത്തിന്, നഷ്ടപ്പെട്ട ഒരു ഫാമിലിക്ക് ഭയങ്കര വിഷമമുണ്ട് അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേന്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ് കാര്യങ്ങൾ ഈ ഒരു ന്യൂസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ബൈ.